വിഷു ഇങ്ങെത്തി. പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള സമയമാണ്. ഈ പടക്കങ്ങളുടെ പാക്കറ്റിലെല്ലാം ശിവകാശി എന്ന് എഴുതിയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമം എങ്ങനെയാണ് ഇന്ത്യയുടെ ക്രാക്കർ ഹബ്ബായി മാറിയത്? ഷൺമുഖ നാടാർ, അയ്യ നാടാർ എന്നീ രണ്ട് ചെറുപ്പക്കാർ ബംഗാളിലെ തീപ്പെട്ടി ബിസിനസിനെ കുറിച്ച് കേൾക്കുകയാണ്. അതിന്റെ സാധ്യത മനസ്സിലാക്കിയ അവർ അധികമൊന്നും ആലോചിക്കാതെ ബംഗാളിലേക്ക് വണ്ടി കയറി. ഫാക്ടറിയിൽ ജോലിക്ക് കയറി ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വളരെ പെട്ടെന്ന് തന്നെ തീപ്പെട്ടി നിർമ്മാണം പഠിച്ച അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: തങ്ങളുടെ ഗ്രാമമായ ശിവകാശിയിലേക്ക് തിരികെ ചെന്ന് അവിടെ ഒരു തീപ്പെട്ടി നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുക. വളരെ ഡ്രൈ സ്ഥലമായതിനാൽ ശിവകാശിയിലെ ആളുകൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർക്ക് ഒരു പുതുജീവനായിരുന്നു ഈ പയ്യന്മാരുടെ തീപ്പെട്ടി കമ്പനി. ശിവകാശിയിലെ ആളുകളെ ട്രെയിൻ ചെയ്ത് ഒരു ചെറുകിട വ്യവസായമായി തുടങ്ങിയ ബിസിനസ് ഉടനെ തന്നെ അവർ പടക്കങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ തലവര മാറ്റിയ നീക്കമായിരുന്നു അത്. വിദേശ പടക്കങ്ങളുടെ ഇറക്കുമതി ഗവൺമെന്റ് നിരോധിക്കുക കൂടെ ചെയ്തതോടെ അവരുടെ ബിസിനസ് ഉയരങ്ങളിലേക്ക് കുതിച്ചു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം 1000 കോടി രൂപ മൂല്യമുള്ള ബിസിനസ്സായി ശിവകാശിയിലെ പടക്ക കച്ചവടം മാറി. ഇതെല്ലാം തുടങ്ങുന്നത് രണ്ട് ചെറുപ്പക്കാരുടെ ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്നാണ്.